വിജയൻ നമ്മളെ വിട്ടുപോയി. ഇന്നിപ്പോൾ 3 മാസമായി. അരുതാത്തതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാ അത് മറക്കാനായി എന്ത് വേണോ അതിനു വേണ്ടി മാത്രം ഇപ്പം നിങ്ങൾ ശ്രമിക്കുക. എന്ത്? നിങ്ങൾ മറക്കണം. ഞാൻ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. അവൻ ഞാൻ വളർത്തിയ കുട്ടിയല്ലേ. അവൻ മരിച്ച ദിവസം തുടങ്ങി ഞാൻ കുടി വരെ നിർത്തിയില്ലേ. എങ്ങനെ കുടിക്കുന്നത്? ഈ കുറയ്ക്കുന്ന പട്ടിക്ക് പോലും സങ്കടമുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുന്നവർക്ക് എല്ലാം സങ്കടമുണ്ട്. അന്ന് ലിറ്റില് ബ്രഹ്മയും കൂടെ ഉണ്ടായിരുന്നിരിക്കണം. കാരണം വിജയ പറന്ന് പോകാൻ നേരത്ത് ബ്രഹ്മയെയും കൂടെ കൊണ്ടുപോകുന്ന എന്നോട് പറഞ്ഞു. വെറുതെ ഇരിക്കും രാജപ്പ. വിജയപാലന്റെ കാര്യം നമ്മൾ അറിയുമ്പോ ബ്രഹ്മ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, നീ മറന്നുപോയോ? അതെങ്ങനെയാ മറക്കുന്നേ? പാവക്കൂത്ത് നടത്തുന്നവരുടെ മുഖം ശാന്തമായിരിക്കും, എന്നാൽ കൈ വെറുതെ ഇരിക്കില്ല. കണ്ടില്ലേ? കണ്ടു. തിരി കൊളുത്തി. ഇനി എപ്പോ പൊട്ടിത്തെറിക്കുവോ? ഒരു വലിയ പ്രശ്നമുണ്ട്. അദ്ദേഹം അടുത്തുണ്ടോ? ഇല്ല, അദ്ദേഹം ദൂരെയാ. തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നു. പ്രശ്നം അല്പം സീരിയസാ. ഒരു ചേഞ്ച്. ഒന്നെന്റെ വീട്ടിലേക്ക് വരാവോ? വരാം. ബ്രഹ്മ, മനസ്സ് ശരിയല്ല. നീ വന്ന് വണ്ടി എടുക്കും. എന്തായാലും ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും പറയായപ്പാ. വാ രായപ്പാ, വാ. നിങ്ങൾ കേട്ടാ വിറയ്ക്കുന്ന വിഷയം ഞാനിപ്പോ പറയാൻ പോവാ. എന്താ ഏസി തുടക്കത്തിൽ ഒരു ഗാംഭീര്യം? തുടക്കമേ ഇത്ര ഗംഭീരമാണേൽ പ്രശ്നം എത്ര വലുതായിരിക്കും. ജീവൻ പോകുന്ന പ്രശ്നമാ എപ്പോഴും വലിയ പ്രശ്നം. അത് തന്നെ, ജീവൻ പോകുന്ന പ്രശ്നം തന്നെ. രായപ്പാ, ഒരു സ്കൂപ്പ് തരാം. അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്കൊരു 25 ലക്ഷം വാങ്ങിത്തരുവോ? ഞാൻ ലൈഫിലൊന്ന് സെറ്റിൽ ആവണ്ടേടോ. എത്ര നാളായി കൂടെ തൊഴിൽ പിടിച്ചോണ്ടിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ രായപ്പാ. ഈ ബ്രഹ്മയോടൊപ്പമാണ് രക്ഷപ്പെടാൻ പോകുന്നേ. നിനക്ക് പറഞ്ഞു ഒക്കെ തരാം. കാര്യം എന്താണെന്ന് പറയും. 10,000 crores പ്രോജക്റ്റ് സൈൻ ചെയ്താൽ ഷെയർ മാർക്കറ്റിൽ എൻ്റെ കമ്പനി ഗുണപാലിനേക്കാൾ ടോപ്പിലെത്തും. അതിനുവേണ്ടിയാ മുംബൈ നാളിനെ വരുത്തിയത്. ഗുണപാലന്റെ പുതിയ സൈറ്റ് ആർക്കിടെക്റ്റ് ഒരു മുംബൈ കമ്പനി. അതിനുള്ള ഇന്റീരിയർ ഡെക്കറേഷൻസിന്റെ ബ്ലൂ പ്രിന്റുമായി ആളുകൾ വരുന്നുണ്ട്. എന്നാൽ അവർക്ക് പകരമായി ഇവരാണ് പോകുന്നത്. ഗുണപാലനെ വേരോടെ നശിപ്പിച്ചാൽ എല്ലാം സോൾവ് ആകും. നല്ല വില കിട്ടുന്ന സ്കൂപ്പ് തന്നെ. ഹലോ, ഞാൻ രാജപ്പനെ സംസാരിക്കുന്നേ. ഒരു തല പോകുന്ന പ്രശ്നത്തെ വില പറഞ്ഞ് അവസാനിപ്പിച്ചു. ബാർ തന്നെ ഉണ്ടല്ലോ, നേരിട്ട് വന്ന് പറയാം. സ്കൂപ്പ് തരുമല്ലേ? സ്കൂപ്പ് വാടാ. സാറിനോട് പറഞ്ഞ് നിന്റെ മൂക്കി പഞ്ഞു വയ്പ്പിക്കില്ല. പോട്ടരാജപ്പ മിണ്ടത വാ. നീ മിണ്ടായിരിടാ. അവന്റെ ജീവന് തന്നെ ആപത്ത് വന്നേക്കുന്നു. ചോറിന് ഉപ്പ് പോരാഞ്ഞിട്ട് ഉപ്പി ചോറ് ചേർത്ത് തിന്നാനും മാത്രം സഹായിച്ചിട്ടില്ലടാ സാർ നിന്നെ. നീ ഓരോന്നാടാ വിചാരിച്ച സ്കൂപ്പിന്റെ റേറ്റ് പറയാൻ മാത്രം വളർന്നോടാ. അങ്ങനെയാണെങ്കിൽ സംസാരിക്കും. നീ മിണ്ടാവാടാ. ഇവൻ എന്താ ചെയ്യേണ്ടത്? ഏകസ്വാമിയുടെ പ്ലാൻ അറിഞ്ഞ ഉടനെ ഫോൺ ചെയ്ത് പറയണോ വേണ്ടയോ? വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. പറഞ്ഞതല്ലേ മിണ്ടാതിരിക്കാൻ. ഫോറിനേഴ്സ് വരുമ്പോ സംസാരിക്കാൻ പറഞ്ഞാലും സംസാരിക്കില്ല. ഇപ്പൊ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവരവരുടെ ജോലി മാത്രം ചെയ്യണം. AK സ്വാമി പ്ലാൻ ചെയ്ത് നീ കണ്ണുകൊണ്ട് കണ്ടല്ലോ. കണ്ണുകൊണ്ട് പറയാൻ പറ്റുമോ? അപ്പൊ മിണ്ടാൻ പാടില്ല. വാ കൊണ്ട് കാണാൻ പറ്റുമോ? അപ്പൊ കാണാത്തതിനെ പറ്റി പറയാനും പാടില്ല. അടക്കി വെച്ചോളാം, മനസ്സിലായോ? AK സ്വാമിയുടെ പ്ലാൻ നടക്കണം.
വരട്ടെ. പക്ഷിമുട്ടയെന്ന് താങ്കൾ വിചാരിക്കുന്നു, പക്ഷേ പാമ്പ് മുട്ടയാണെങ്കിലോ? വരട്ടെ. नमस्ते साहब। ഹലോ ഹലോ കോമ്പാക്ട് മോഡൽ പിസ്റ്റൾ കാണണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നില്ലേ ബ്രഹ്മ? അതായത് ഇതിൻ്റെ കാലിവർ 45 ACP-38 സൂപ്പർ, ട്രിഗർ സിംഗിൾ ആക്ഷൻ, മാഗസിൻ കപ്പാസിറ്റി 8 rounds. വെയിറ്റ് 1077 grams. ലെങ്ത് 216 mm. ഹൈറ്റ് 134 mm, ബാരൽ ലെങ്ത് 177 mm. ഇതിൻ്റെ മുമ്പിൽ ഇതൊന്നുമല്ലല്ലേ? ഇപ്പോ ഇതിലും ഒന്നുമില്ല. ഇപ്പോ എനിക്കും ഒന്നുമില്ല ബ്രഹ്മ. പീരങ്കിയും വേവുകണ്ണും നാട് മുഴുവൻ വിറ്റുകൊണ്ട് നടന്നിട്ടും ഒരു കൊച്ചു പയ്യനാൽ പറ്റിക്കപ്പെട്ടോന്നൊരു സംശയം. രാജപ്പനെവിടെ? രാജപ്പനിപ്പോ എവിടെ? പറയേ, അന്ന് ലിഫ്റ്റില് വിജയപാലിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? എന്നെ 4 പേര് കൊല്ലാൻ പ്ലാൻ ചെയ്തു വന്നത് നിനക്ക് നേരത്തെ അറിയുമോ ഇല്ലയോ? നിന്റെ മനസ്സിൽ എന്താടാ ഇപ്പോ? ഇത് തന്നെ എൻ്റെ മനസ്സിലുള്ളത്.
എന്നോടാണോ നിന്റെ കളി? എന്നാ എന്റെ കാലി പിടിച്ച് മേലോട്ട് കയറി വാ. പിടിക്ക് സാറേ, പിടിക്കണ പിടി. ഒരുത്തന്റെ കാല് പിടിച്ച് ഒരുത്തനും ജീവിക്കാൻ പാടില്ല. AC, ഇവിടെ വരൂ. അച്ഛൻ മരിച്ചിട്ട് 3 മാസമായി. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഇതുവരെ ഒരു തെളിവും കിട്ടിയില്ല. പ്ലീസ് പ്ലീസ് അതൊന്ന് ഫോളോ ചെയ്യൂ. ശരി സാർ. സംഗീത, ഞാനും വീണ ഇന്ന് നൈറ്റ് ലണ്ടനിലേക്ക് പോകും. അവിടുത്തെ ഓഫീസിൽ എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഒരു 6 months ഒബ്സർവ് ചെയ്ത് തിരിച്ചു വരും. അതുവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം മാനേജ് ചെയ്തോളും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇവിടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കണം. സംഗീതയ്ക്ക് വലിയ പരിചയമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ഗൈഡ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഓക്കെ സംഗീത, നീ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. ഷിറ്റ് മാൻ, വാട്ട് മങ്കി പേഴ്സൺസ്. ഇതുവരെ എന്ത് മണ്ടത്തരോ കാണിച്ചേ. ഇനി അങ്ങനെ നടക്കരുത്. ഇപ്പൊ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാ, ഇനി മുതൽ ഞാനാ ഗുണപാലൻ. ബ്രഹ്മ, നീയാ രാജപ്പൻ. ഐ മീൻ, ഞാൻ ഗുണപാലനെ പോലെ, നീ രാജപ്പനെ പോലെ. നിനക്ക് പ്രമോഷൻ തന്നിരിക്കുന്നു ബ്രഹ്മ. Cheer up. Let me see a smile on your face. Congratulations. വിനായ്, ലണ്ടനിൽ തിരിച്ചു വരാൻ പാടില്ല. അവിടെ തന്നെ സെറ്റിലായിക്കോ. ഇവിടെ വന്നാൽ നിനക്ക് ആപത്താ. AK സ്വാമി പണി വരുന്ന പേടിയുണ്ടോ? ഇല്ല, ഞാൻ തന്നെ അത് ചെയ്യും. കാരണം അടുത്ത ഗുണപാലൻ നീയല്ല, ഞാനാ. മനസ്സിലായോ? നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം മറ്റാരും അറിയണ്ട. വീണയോ സംഗീതയോ അറിഞ്ഞ കൊല്ലും ഞാൻ നിന്നെ. അപ്പോ ലണ്ടൻ ഫ്ലൈറ്റിന് ടൈം ആയില്ലേ? പുറപ്പെട്, മിസ്സാവാൻ പാടില്ല. വിളിച്ചോണ്ട് പോ വിനയ്, ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം.
എൻ്റെ ഈശ്വര, നീ ആഗ്രഹിച്ചത് കിട്ടി. ഓക്കെ, ബൈ ബൈ. ഏയ് കം ഓൺ.